ചാപ്റ്റർ 2 സെൽഫ് ആൻഡ് പേഴ്സണാലിറ്റി. അസസ്മെൻറ്റ് ഓഫ് പേഴ്സണാലിറ്റിയിൽ ഇനി നമുക്ക് നോക്കാനുള്ളത് പ്രൊജക്റ്റീവ് ടെക്നിക്സിനെ കുറിച്ചും ബിഹേവിയറൽ അനാലിസിസിനെ കുറിച്ചുമാണ്. പ്രൊജക്റ്റീവ് ടെക്നിക്സ് നമ്മൾ നേരത്തെ പഠിച്ച പേഴ്സണാലിറ്റി അസസ് ചെയ്യാനുള്ള ഒരു ടെക്നിക്കായിരുന്നു ഇത്, സെൽഫ് റിപ്പോർട്ട് മെഷേഴ്സ്. അത്തരത്തിലുള്ള സെൽഫ് റിപ്പോർട്ട് മെഷേഴ്സ് ഒരു ഡയറക്റ്റ് ടെക്നിക്സ് ആണ്, ഡയറക്റ്റ് ടെക്നിക്കാണ്. എന്തുകൊണ്ടാണ് അത് ഒരു ഡയറക്റ്റ് ടെക്നിക്ക് എന്ന് പറയുന്നത്? ഇതിൽ വ്യക്തികളിൽ നിന്ന് നേരിട്ടാണ് അവരെക്കുറിച്ചുള്ള ഇൻഫോർമേഷൻസ് എന്ത് ചെയ്യുന്നത്, സ്വീകരിക്കുന്നത്. ഇങ്ങനെ നമ്മൾ പേഴ്സണാലിറ്റി അസസ് ചെയ്യുമ്പോൾ ഓരോ വ്യക്തിയും സെൽഫ് കോൺഷ്യസ് ആയിരിക്കും. അതായത് അവർ അവരുടെ പ്രൈവറ്റ് ആയിട്ടുള്ള ഫീലിങ്സ്, തോട്ട്സ്, മോട്ടിവേഷൻസ് എന്നിവയൊന്നും തന്നെ അവരെന്ത് ചെയ്യുന്നില്ല, ഷെയർ ചെയ്യാൻ മടിക്കുന്നു. അതൊന്നും തന്നെ ഷെയർ ചെയ്യുന്നില്ല. അപ്പോൾ സൈക്കോ അനലിറ്റിക് തിയറിയിൽ പറയുന്നത് മനുഷ്യന്റെ പെരുമാറ്റത്തിന്റെ വലിയൊരു ഭാഗം നിയന്ത്രിക്കുന്നത് അൺകോൺഷ്യസ് മോട്ടീവ്സ് ആണ് എന്നാണ്. ഇത് നമ്മൾ നേരത്തെ പഠിച്ചാണ്. ആയതിനാൽ നേരത്തെ നമ്മൾ ചർച്ച ചെയ്ത സെൽഫ് റിപ്പോർട്ട് മെഷേഴ്സിലൂടെ ഒരു വ്യക്തിയുടെ അൺകോൺഷ്യസ് മൈൻഡിലുള്ള കാര്യങ്ങൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കുകയില്ല. അതായത് നമ്മൾ നേരിട്ട് അവരോടത്ത് കാര്യങ്ങൾ ചോദിക്കുന്നു, അതിൻ്റെ ഉത്തരം അവർ പറയുന്നു. അൺകോൺഷ്യസ് മൈൻഡിൽ എന്താണ് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് കണ്ടെത്താൻ സാധിക്കുന്നില്ല. ഇത്തരത്തിലുള്ള ഒരു രീതി നമ്മൾ ഓവർകം ചെയ്യുന്നത് നമ്മൾ ഡയറക്റ്റ് മെത്തേഡ്സിന് പകരം ഇൻഡയറക്റ്റ് മെത്തേഡ്സ് ഓഫ് അസസ്മെൻറ്റ് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഇൻഡയറക്റ്റ് മെത്തേഡ് ഓഫ് അസസ്മെൻ്റ് ആണ് ഏത്, പ്രൊജക്റ്റീവ് ടെക്നിക്സ് എന്ന് പറയുന്ന ടെക്നിക്ക്. പ്രൊജക്റ്റീവ് ടെക്നിക്സ് were developed to assess unconscious motives and feelings. അപ്പോൾ പ്രൊജക്റ്റീവ് ടെക്നിക്സ് എന്ന് പറയുന്നത് അൺകോൺഷ്യസ് മോട്ടീവ്സും ഫീലിങ്സും അസസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടെക്നിക്കാണ്. ദീസ് ടെക്നിക്സ് ആർ ബേസ്ഡ് ഓൺ ദ അസംഷൻ ദാറ്റ് a less structured or unstructured stimulus or situation will allow the individual to project her or his feelings, desires and needs onto that situation. Less structured അൺസ്ട്രക്ചേർഡോ എന്ന് പറഞ്ഞാൽ ഘടനയില്ലാത്തതോ ആയ സ്റ്റിമുലസോ സിറ്റുവേഷനോ സബ്ജക്റ്റിന് നൽകുകയും സബ്ജക്റ്റ് അയാളുടെ വികാരങ്ങൾ, ആഗ്രഹങ്ങൾ, ആവശ്യങ്ങൾ എന്നിവ തൻ്റെ റെസ്പോൺസസിലൂടെ പ്രൊജക്റ്റ് ചെയ്യുകയും ചെയ്യുന്നു എന്നതാണ് പ്രൊജക്റ്റീവ് ടെക്നിക്കിൻ്റെ ബേസിക് അസംഷൻ. ഇത്തരത്തിൽ വ്യക്തികൾ പ്രൊജക്റ്റ് ചെയ്ത കാര്യങ്ങൾ എക്സ്പേർട്ടുകൾ എന്ത് ചെയ്യുന്നു, ഇന്റർപ്രറ്റ് ചെയ്യുന്നു. ഇന്റർപ്രറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് അവർ വ്യാഖ്യാനിക്കുന്നു, എന്താണ് അവർ അതിലൂടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. It helps us to understand unconscious motives, deep-rooted conflicts and emotional complexes of an individual. അതായത് പ്രൊജക്റ്റീവ് ടെക്നിക്സിലൂടെ നമുക്ക് സബ്ജക്റ്റിൻ്റെ അൺകോൺഷ്യസ് മോട്ടീവ്സ് എന്താണ് എന്നും അതുപോലെ തന്നെ ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ള കോൺഫ്ലിക്ട്സ്, എന്തെങ്കിലും കോൺഫ്ലിക്ട്സ് സബ്ജക്റ്റിന് ഉണ്ട് എങ്കിലും അതുപോലെ തന്നെ ഇമോഷണൽ കോംപ്ലക്സസും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. പല തരത്തിലുള്ള പ്രൊജക്റ്റീവ് ടെക്നിക്കുകൾ ഉണ്ട്. നേച്ചർ ഓഫ് സ്റ്റിമുലയും അതുപോലെ തന്നെ സബ്ജക്റ്റ് നൽകുന്ന റെസ്പോൺസസും ഓരോന്നിലും ഓരോ തരത്തിലായിരിക്കും. എന്നിരുന്നാലും താഴെ പറയുന്ന കുറച്ച് ഫീച്ചേഴ്സ് എല്ലാത്തിലും കോമൺ ആണ്. ആ ഓരോ ഫീച്ചേഴ്സും എന്തൊക്കെയാണെന്നൊന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ദ സ്റ്റിമുലൈ ആർ റിലേറ്റീവ്ലി ഓർ ഫുള്ളി അൺസ്ട്രക്ചേർഡ് ആൻഡ് പുവർലി ഡിഫൈൻഡ്. അതായത് സബ്ജക്റ്റിന് നൽകുന്ന സ്റ്റിമുലസുകൾ എല്ലാ പ്രൊജക്റ്റീവ് ടെക്നിക്സിലും അൺസ്ട്രക്ചേർഡ് ആയിരിക്കും. അതായത് പ്രത്യേകിച്ചൊരു ഘടനയില്ലാത്ത സ്റ്റിമുലസുകളായിരിക്കും നൽകുന്നത്. അതുപോലെ തന്നെ വ്യക്തമായ നിർവചിക്കാത്ത തരത്തിലുള്ള സ്റ്റിമുലസുകളായിരിക്കും സബ്ജക്റ്റിന് നൽകുന്നത്. സെക്കൻഡ് വൺ, ദ പേഴ്സൺ ബീയിങ് അസസ്ഡ് ഈസ് യൂഷ്വലി നോട്ട് ടോൾഡ് അബൌട്ട് ദ പേർപ്പസ് ഓഫ് അസസ്മെൻറ്റ് ആൻഡ് ദ മെത്തേഡ് ഓഫ് സ്കോറിംഗ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ. നമ്മൾ ആരുടെ പേഴ്സണാലിറ്റിയാണോ അസസ് ചെയ്യുന്നത് ആളെ പറയുന്നതാണ് എന്ത്, സബ്ജക്റ്റ് എന്ന്. ആ സബ്ജക്റ്റിനോട് എന്തിനാണ് നമ്മൾ ഈ
ടെസ്റ്റ് നടത്തുന്നത് എന്ന്. അതായത് പേർപ്പസ് ഓഫ് അസസ്മെന്റിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്താണ് എന്ന് പറയുന്നില്ല. അതുപോലെ തന്നെ ദ മെത്തേഡ് ഓഫ് സ്കോറിംഗ്, എങ്ങനെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ സ്കോറിംഗ് ചെയ്യുന്നത്, അതിൽ നിന്ന് ഇന്റർപ്രിട്ടേഷൻ നടത്തുന്നത് എന്നതിനെ കുറിച്ചൊന്നും സബ്ജക്റ്റിനോട് പറയുന്നില്ല. അത് എല്ലാ പ്രൊജക്റ്റീവ് ടെക്നിക്സിലും ഇങ്ങനെ തന്നെയാണ്. തേർഡ് വൺ, ദ പേഴ്സൺ ഈസ് ഇൻഫോംഡ് ദാറ്റ് ദർ ആർ നോ കറക്റ്റ് ഓർ ഇൻകറക്റ്റ് റെസ്പോൺസസ്. സബ്ജക്റ്റിനോട് പറയുന്നു ഇവിടെ ശരിയായ അല്ലെങ്കിൽ തെറ്റായ പ്രതികരണങ്ങൾ, തെറ്റായ രീതിയിലുള്ള റെസ്പോൺസസ് ഇല്ല എന്ന് സബ്ജക്റ്റിനെ ഇൻഫോം ചെയ്യുന്നു. ഫോർത്ത് വൺ, ഈച്ച് റെസ്പോൺസ് ഈസ് കൺസിഡേർഡ് ടു റിവീൽ എ സിഗ്നിഫിക്കൻറ്റ് ആസ്പെക്റ്റ് ഓഫ് പേഴ്സണാലിറ്റി. അതായത് സബ്ജക്റ്റ് നൽകുന്ന ഓരോ പ്രതികരണവും വ്യക്തിത്വത്തിൻ്റെ ഒരു പ്രധാന വശം വെളിപ്പെടുത്തുന്നതായാണ് കണക്കാക്കപ്പെടുന്നത്. ഫിഫ്ത്ത് വൺ, സ്കോറിംഗ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ ആർ ലെങ്തി ആൻഡ് സംടൈംസ് സബ്ജക്റ്റീവ്. അതായത് എല്ലാത്തിലും അതിൻ്റെ സ്കോറിംഗ് കഴിഞ്ഞിട്ട് നടത്തുന്ന ഇൻ്റർപ്രിട്ടേഷനും വളരെ ലെങ്തി ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള സ്കോറിങ്ങും അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷനും സബ്ജക്റ്റീവാണ്. നേരത്തെ നമ്മൾ പഠിച്ച സെൽഫ് റിപ്പോർട്ട് മെഷേഴ്സിലൊക്കെ അത് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നതും ഒക്കെ എന്താണ്, ഒബ്ജക്റ്റീവ് മാനറിലായിരുന്നു, അതായത് വസ്തുനിഷ്ഠപരമായിട്ടായിരുന്നു. ഇവിടെ അങ്ങനെയല്ല, ഇത് സബ്ജക്റ്റീവ് ആയിട്ടാണ് ഇതിൻ്റെ സ്കോറിങ് ഇൻ്റർപ്രിട്ടേഷൻസും ഒക്കെ നടക്കുന്നത്. നമുക്കിവിടെ പഠിക്കാനുള്ളത് 5 പ്രൊജക്റ്റീവ് ടെക്നിക്കുകളെ കുറിച്ചാണ്. ഫസ്റ്റ് വൺ, ദ റോഷാക്ക് ഇങ്ക്ബ്ലോട്ട് ടെസ്റ്റ്. സെക്കൻഡ് വൺ, ദ തിമാറ്റിക് പെർസെപ്ഷൻ ടെസ്റ്റ്, TAT എന്ന് പറയും. തേർഡ് വൺ, റോസൻസ്വിക് പിക്ചർ ഫ്രസ്ട്രേഷൻ സ്റ്റഡി അഥവാ PF സ്റ്റഡി എന്ന് പറയും. ഫോർത്ത് വൺ, സെൻറ്റൻസ് കംപ്ലീഷൻ ടെസ്റ്റ്. ആൻഡ് ദ ഫിഫ്ത്ത് വൺ, ഡ്രോ എ പേഴ്സൺ ടെസ്റ്റ്. അങ്ങനെ 5 പ്രൊജക്റ്റീവ് ടെക്നിക്കുകളെ കുറിച്ചാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. ദ റോഷാക്ക് ഇങ്ക്ബ്ലോട്ട് ടെസ്റ്റ്. ഈ ടെസ്റ്റ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഹെർമൻ റോഷാക്ക് ആണ്. ദ ടെസ്റ്റ് കൺസിസ്റ്റ് ഓഫ് 10 ഇങ്ക് ബ്ലോട്ട്സ്. 10 ഇങ്ക് ബ്ലോട്ട്സ് അടങ്ങിയതാണ് ഈ ഒരു ടെസ്റ്റ്. ഈ 10 എണ്ണത്തിൽ 5 എണ്ണം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറ് ഉള്ള ഇങ്ക് ബ്ലോട്ട്സ് ആണ് 5 എണ്ണം. 2 എണ്ണത്തിൽ റെഡ് ഇങ്കും കൂടിയുണ്ട്. ബാക്കി 3 എണ്ണത്തിൽ കുറച്ച് പേസ്റ്റൽ കളേഴ്സ് അടങ്ങിയിരിക്കുന്നതാണ് ബാക്കി 3 എണ്ണം. ദ ബ്ലോട്ട്സ് ആർ സിമെട്രിക്കൽ ഇൻ ഡിസൈൻ വിത്ത് എ സ്പെസിഫിക് ഷേപ്പ് ഓർ ഫോം. ഒരു പ്രത്യേക ഷേപ്പും ഫോമും ഉള്ള സിമെട്രിക്കൽ ആയിട്ടുള്ള ഡിസൈൻ അടങ്ങിയിരിക്കുന്നത് ആണ് ഈ ഒരു ബ്ലോട്ട് എന്ന് പറയുന്നത്. സിമെട്രിക്കൽ എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ബ്ലോട്ട്സിൻ്റെ നടുവിലൂടെ ഒരു വര വരച്ചാൽ നമുക്ക് 2 ഹാഫായിട്ട് കിട്ടും അല്ലേ, റൈറ്റും ലെഫ്റ്റും. അതിൽ റൈറ്റ് ഹാഫിനെ പോലെ തന്നെയായിരിക്കും ലെഫ്റ്റ് ഹാഫും. അതുകൊണ്ടാണ് ഈ ഒരു ഡിസൈൻ സിമെട്രിക്കൽ ആണെന്ന് പറയാൻ കാരണം. Each blot is printed in the center of a white cardboard of about 7 into 10 inches സൈസിലുള്ള ഒരു കാർഡ്ബോർഡിലാണ് ഈ ഓരോ ഇങ്ക് ബ്ലോട്ട്സും എന്ത് ചെയ്തിരിക്കുന്നത്, പ്രിന്റ് ചെയ്തിരിക്കുന്നത്. The blots were originally made by dropping ink on a piece of paper and then folding the paper in half. Hence called ink blot test. ഈ ഒരു ടെസ്റ്റ് ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റ് എന്ന് പറയാൻ കാരണം ഇത് ഒറിജിനലി ഇത് മെയ്ഡ് ചെയ്തിരിക്കുന്നത് കുറച്ച് മഷിത്തുള്ളി ഒരു പേപ്പറിൽ നടുവിൽ തൂവുകയും പിന്നീട് അത് ഫോൾഡ് ചെയ്തതിന് ശേഷം പിന്നീട് അത് നിവർത്തിയാൽ ഇത്തരത്തിലുള്ള ഇങ്ക് ബ്ലോട്ട്സ് നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ടെസ്റ്റിനെ ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റ് എന്ന് പറയുന്നത്. The cards are administered individually in 2 phases. നമ്മൾ ഈ കാർഡ് സബ്ജക്റ്റിനെ അഡ്മിനിസ്റ്റർ ചെയ്യുന്നത് ഗ്രൂപ്പിലല്ല, അത് ഇൻഡിവിജ്വലി ആയിട്ടാണ്, ഓരോ പേഴ്സണിന് ആയിട്ടാണ് നമ്മൾ ഈ കാർഡ് അഡ്മിനിസ്റ്റർ ചെയ്യുന്നത്. അത് 2 ഫേസിലൂടെയാണ് ഈ ഒരു അഡ്മിനിസ്ട്രേഷൻ പ്രൊസീജിയർ നടക്കുന്നത്. ഫസ്റ്റ് ഫേസ്, പെർഫോമൻസ് പ്രോപ്പർ. The subjects are shown the cards and are asked to tell what they see in each of them. സബ്ജക്റ്റിന് കാർഡുകൾ കാണിക്കുകയും ഈ ഓരോ കാർഡിലും അവരെന്താണ് കാണുന്നത് എന്ന് അവരോട് പറയാൻ ആവശ്യപ്പെടുകയുമാണ് ചെയ്യുന്നത്. സെക്കൻഡ് ഫേസ് അറിയപ്പെടുന്നത് ഇൻക്വയറിയാണ്. ഇൻക്വയറിയിൽ എ ഡീറ്റെയിൽഡ് റിപ്പോർട്ട് ഓഫ് ദ റെസ്പോൺസ് ഇസ് പ്രിപ്പയർഡ് ബൈ ആസ്കിംഗ് ദ സബ്ജക്റ്റ് ടു ടെൽ വേർ, ഹൗ ആൻഡ് ഓൺ വാട്ട് ബേസിസ് വാസ് എ പെർട്ടിക്കുലർ റെസ്പോൺസ് മെയ്ഡ്.
അതായത് ഇവിടെ അവർ സബ്ജക്റ്റ് നൽകിയിരിക്കുന്ന റെസ്പോൺസിന്റെ ഒരു ഡീറ്റെയിൽഡ് റിപ്പോർട്ട് തയ്യാറാക്കുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള റിപ്പോർട്ട് തയ്യാറാക്കാനായിട്ട് സബ്ജക്റ്റിനോട് ചോദിക്കുന്നു, നിങ്ങൾ ഓരോരുത്തരും എവിടെ അല്ലെങ്കിൽ എങ്ങനെ അല്ലെങ്കിൽ എന്തിൻ്റെ ബേസിലാണ് നേരത്തെ നൽകിയിരിക്കുന്ന റെസ്പോൺസ് അവർ നൽകിയിരിക്കുന്നത് എന്ന് അവരോട് പറയാൻ ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ സബ്ജക്റ്റ് ചിലപ്പോൾ കാർഡ് കണ്ടിട്ട് ഇത് ഒരു ബാറ്റ് ആണ് എന്ന് ചിലപ്പോൾ റെസ്പോണ്ട് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഫേസിൽ ബാറ്റ് എന്ന് അവർ റെസ്പോണ്ട് ചെയ്യുന്നു. സെക്കൻഡ് ഫേസിൽ സബ്ജക്റ്റിനോട് ചോദിക്കുന്നു, ഈ ഒരു പിക്ചർ കണ്ടിട്ട് പിക്ചറിൻ്റെ ഏത് ഭാഗം കാണുമ്പോഴാണ് നിങ്ങൾക്ക് ബാറ്റിനെ ഓർമ്മ വരുന്നത്, അല്ലെങ്കിൽ ബാറ്റ് എന്ന് റെസ്പോണ്ട് ചെയ്യാൻ കാരണം ഈ ഒരു പിക്ചറിൻ്റെ ഏത് പോർഷനാണ് എന്ന് അവരോട് പറയാൻ ആവശ്യപ്പെടുന്നു. അതാണ് സെക്കൻഡ് ഫേസിൽ. അങ്ങനെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു റിപ്പോർട്ട് തയ്യാറാക്കുകയാണ് എന്തിൽ ചെയ്യുന്നത്, രണ്ടാമത്തെ ഫേസിൽ ചെയ്യുന്നത്. ദ തിമാറ്റിക് പെർസെപ്ഷൻ ടെസ്റ്റ്, ഈ ടെസ്റ്റ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് മോർഗൻ ആൻഡ് മുറേ ആണ്. ഇത് നേരത്തെ പറഞ്ഞിരിക്കുന്ന ഇങ്ക്ബ്ലോട്ട് ടെസ്റ്റിനെക്കാട്ടിയും കുറച്ചും കൂടി സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ടെസ്റ്റാണ് ഇത്. ദ ടെസ്റ്റ് കൺസിസ്റ്റ് ഓഫ് 30 ബ്ലാക്ക് ആൻഡ് വൈറ്റ് പിക്ചർ കാർഡ്സ് ആൻഡ് 1 ബ്ലാങ്ക് കാർഡ്. അതായത് ഇതിൽ 30 ബ്ലാക്ക് ആൻഡ് വൈറ്റ് പിക്ചർ കാർഡ്സും ഒരു ബ്ലാങ്ക് കാർഡും അടങ്ങിയതാണ്. ടോട്ടലായിട്ട് 31 കാർഡാണ് ഇതിലുള്ളത്. ഈച്ച് പിക്ചർ കാർഡ് ഡെപിക്ട്സ് 1 or more people in a variety of situations. അതായത് ഓരോ കാർഡിലുള്ളത് ഒന്നോ അതിലധികമോ ആളുകൾ ഉൾക്കൊള്ളുന്ന അവര് പല വെറൈറ്റി ഓഫ് സിറ്റുവേഷൻസിൽ നിൽക്കുന്ന രീതിയിലുള്ള പിക്ചർ അടങ്ങിയതാണ് ഓരോ കാർഡും. ഇത് ഈച്ച് പിക്ചർ ഈസ് പ്രിന്റഡ് ഓൺ എ കാർഡ്. ഓരോ പിക്ചറും ഓരോ കാർഡിൽ പ്രിന്റ് ചെയ്തിരിക്കുകയാണ്. സം കാർഡ്സ് ആർ യൂസ്ഡ് വിത്ത് അഡൽട്ട്സ് മെയിൽസ് ഓർ ഫീമെയിൽസ്. അതായത് ചില കാർഡുകൾ അഡൽട്ട് മെയിൽസിന് മാത്രം ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഫീമെയിൽസിന് ഉപയോഗിക്കുന്നതായിരിക്കും. ചിലത് ബോയ്സിന് മാത്രം ഉപയോഗിക്കുന്നത്, മറ്റു ചിലത് ഗേൾസിന് മാത്രം. അങ്ങനെയുള്ള കാർഡുകളാണ്. സ്റ്റിൽ അതേഴ്സ് ആർ യൂസ്ഡ് ഇൻ സം കോമ്പിനേഷൻസ്. ചിലത് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള കാർഡുകളുണ്ട്. അതിനെ യൂണിവേഴ്സൽ കാർഡ്സ് എന്നാണ് പറയുന്നത്. 20 cards are appropriate for a subject, although a lesser number of cards have also been successfully used. സാധാരണയായിട്ട് ഒരു സബ്ജക്റ്റിന് ഉപയോഗിക്കലും 20 കാർഡുകളാണ് സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ അതിൽ കുറഞ്ഞ രീതിയിലുള്ള കാർഡുകളാണ് സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്. The cards are presented one at a time. ഒരു സമയത്ത് ഒറ്റ കാർഡാണ് ഉപയോഗിക്കുന്നത്. The subject is asked to tell a story describing the situation presented in the picture. അതായത് ഇവിടെ നമ്മൾ സബ്ജക്റ്റിനോട് ആവശ്യപ്പെടുന്നത് ഒരു കാണിച്ചിരിക്കുന്ന പിക്ചറിനെ അടിസ്ഥാനപ്പെടുത്തി ഒരു സ്റ്റോറി പറയുവാൻ ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത്. വാട്ട് ലെഡ് അപ്പ് ടു ദ സിറ്റുവേഷൻ, അതായത് ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലേക്ക് നയിച്ചത് എന്താണ്, വാട്ട് ഈസ് ഹാപ്പനിങ് അറ്റ് ദ മൊമെന്റ്, ഈ ഒരു സമയത്ത്, അതായത് പിക്ചർ കാണിച്ചുകൊണ്ട് ഈ ഒരു സമയത്ത് എന്താണ് നടക്കുന്നത് എന്നും, വാട്ട് വിൽ ഹാപ്പൻ ഇൻ ദ ഫ്യൂച്ചർ, എന്താണ് ഫ്യൂച്ചറിൽ നടക്കുക എന്നും, വാട്ട് ദ ക്യാരക്ടേഴ്സ് ആർ ഫീലിംഗ് ആൻഡ് തിങ്കിങ്, ഇതിലുള്ള ക്യാരക്ടേഴ്സ് ഓരോരുത്തരും എന്താണ്, അവരുടെ ഫീലിങ്സ് എന്താണ്, അവരുടെ ചിന്തകൾ എന്താണ് എന്നൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു സ്റ്റോറി പറയാൻ അവരടുത്ത് ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത്. എ സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ ഈസ് അവൈലബിൾ ഫോർ സ്കോറിംഗ് TAT റെസ്പോൺസസ്. ഈ TATയുടെ റെസ്പോൺസസ് സ്കോർ ചെയ്യാനായിട്ടൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ ഉണ്ട്. ദ ടെസ്റ്റ് ഹാസ് ബീൻ മോഡിഫൈഡ് ഫോർ ചിൽഡ്രൻ ആൻഡ് ഫോർ ദ ഏജ്ഡ്. ഈ ഒരു ടെസ്റ്റ് മോഡിഫൈഡ് വേർഷൻ ഉണ്ട്, ചിൽഡ്രനും അതേപോലെ തന്നെ ഏജ്ഡ് ആയിട്ടുള്ള ആളുകൾക്കും ആയിട്ട് ഒരു മോഡിഫൈഡ് വേർഷൻ ഉണ്ട്. ഇതിന്റെ ഇന്ത്യൻ അഡാപ്റ്റേഷൻ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഉമാ ചൗധരിയാണ്. റോസൻസ്വിക് പിക്ചർ ഫ്രസ്ട്രേഷൻ സ്റ്റഡി ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് റോസൻസ്വിക് ആണ്. ഫ്രസ്ട്രേറ്റിംഗ് സിറ്റുവേഷനെ അഭിമുഖീകരിക്കുമ്പോൾ ആളുകൾ എങ്ങനെയാണ് അവരുടെ അഗ്രഷൻ പ്രകടമാക്കുന്നത് എന്നാണ് ഇവിടെ അസസ് ചെയ്യുന്നത്. ഈ ഒരു ടെസ്റ്റ് കാർട്ടൂൺ ലൈക്ക് പിക്ചേഴ്സ് ഉൾക്കൊള്ളുന്നതാണ്. ഇവിടെ ഒരു സീരീസ് ഓഫ് പിക്ചേഴ്സ് ഉണ്ടാകും, ഒന്നല്ല ഒരുപാട് കാർട്ടൂൺ ലൈക്ക് പിക്ചേഴ്സ് ഉൾക്കൊള്ളുന്നതാണ് ഈ ഒരു ടെസ്റ്റ്. ഈ ഓരോ പിക്ചറിലും ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയോട് ഫ്രസ്ട്രേഷൻ കാണിക്കുകയോ അല്ലെങ്കിൽ ഒരു ഫ്രസ്ട്രേറ്റിംഗ് കണ്ടീഷനിലേക്ക്
മറ്റൊരു വ്യക്തിയെ എത്തിക്കുകയോ ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇവിടെ സബ്ജക്റ്റിനോട് ഫ്രസ്ട്രേറ്റിംഗ് സിറ്റുവേഷൻ മൂലം ഫ്രസ്ട്രേറ്റഡ് ആയ വ്യക്തി എന്താണ് ഇത്തരത്തിലുള്ള ഒരു സിറ്റുവേഷനിൽ പറയുക അല്ലെങ്കിൽ പ്രവർത്തിക്കുക എന്നത് പറയാൻ ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഇവിടെ സബ്ജക്റ്റ് നൽകുന്ന റെസ്പോൺസുകളുടെ വിശകലനം നടത്തുന്നത് ടൈപ്പ് ആൻഡ് ഡയറക്ഷൻ ഓഫ് അഗ്രഷൻ ബേസ് ചെയ്തിട്ടായിരിക്കും. An attempt is made to examine whether the focus is on the frustrating object or on protection of the frustrated person or on constructive solution of the problem. ഇവിടെ ഓരോ സിറ്റുവേഷനിലും സബ്ജക്റ്റ് എത്തരത്തിലാണ് ആ സിറ്റുവേഷനോട് പ്രതികരിക്കുന്നത് എന്നാണ് നോക്കുന്നത്. അതായത് സബ്ജക്റ്റ് ഫ്രസ്ട്രേഷന് കാരണമാകുന്ന ഒബ്ജക്റ്റിലാണോ, അല്ലെങ്കിൽ ഫ്രസ്ട്രേറ്റഡ് പേഴ്സണെ സംരക്ഷിക്കുകയാണോ, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ്റെ പ്രശ്നം ഉണ്ടാകുന്ന ആ ഒരു പ്രശ്നമല്ലേ അത് പരിഹരിക്കുന്നതിലാണോ ആളുടെ ഫോക്കസ്, അത്തരത്തിലുള്ള കാര്യങ്ങൾക്കാണോ അദ്ദേഹം ഫോക്കസ് ചെയ്യുന്നത് എന്നാണ് ഇവിടെ അനാലിസിസ്, നമ്മൾ ഈ ഒരു റെസ്പോൺസിൻ്റെ അനാലിസിസ് നടത്തുമ്പോൾ എക്സാമിൻ ചെയ്യുന്നത്. ഈ ഒരു ടെസ്റ്റിൻ്റെ ഇന്ത്യൻ അഡാപ്റ്റേഷൻ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് പരീക്കാണ്. സെൻറ്റൻസ് കംപ്ലീഷൻ ടെസ്റ്റ്. ദിസ് ടെസ്റ്റ് മേക്സ് യൂസ് ഓഫ് എ നമ്പർ ഓഫ് ഇൻകംപ്ലീറ്റ് സെൻറ്റൻസസ്. ഇതിൽ ഒരുപാട് ഇൻകംപ്ലീറ്റ് സെൻറ്റൻസസുകൾ അടങ്ങിയ ഒരു ടെസ്റ്റാണിത്. ദ സ്റ്റാർട്ടിംഗ് പാർട്ട് ഓഫ് ദ സെൻറ്റൻസ് ഈസ് ഫസ്റ്റ് പ്രസൻറ്റഡ് ആൻഡ് ദ സബ്ജക്റ്റ് ഹാസ് ടു പ്രൊവൈഡ് ആൻ എൻഡിങ് ടു ദ സെൻറ്റൻസ്. അതായത് ഈ ഒരു ടെസ്റ്റിൽ ഓരോ സെൻറ്റൻസിലും അതിൻ്റെ സ്റ്റാർട്ടിംഗ് പാർട്ട് അവിടെ ഉണ്ടായിരിക്കും. സബ്ജക്റ്റ് ഇതിൻ്റെ എൻഡിങ് ഭാഗം എന്താണ് എന്ന് നൽകുകയാണ് ചെയ്യേണ്ടത്. സബ്ജക്റ്റ് നൽകുന്ന റെസ്പോൺസസ് അവരുടെ ആറ്റിറ്റ്യൂഡ്, അതുപോലെ തന്നെ മോട്ടിവേഷൻ, കോൺഫ്ലിക്ട്സ് എന്നിവയൊക്കെയാണ് പ്രതിഫലിപ്പിക്കുന്നത് എന്നാണ് പറയുന്നത്. ദ ടെസ്റ്റ് പ്രൊവൈഡ്സ് സബ്ജക്ട്സ് വിത്ത് സെവറൽ ഓപ്പർച്യൂണിറ്റീസ് ടു റിവീൽ ദെയർ അണ്ടർലൈങ് അൺകോൺഷ്യസ് മോട്ടിവേഷൻസ്. അതായത് സബ്ജക്റ്റിന് അവരുടെ അൺകോൺഷ്യസ് മോട്ടിവേഷൻസ് വെളിപ്പെടുത്തുന്നതിനുള്ള നിരവധി അവസരങ്ങൾ ഈ ഒരു ടെസ്റ്റിലൂടെ ലഭിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു എക്സാമ്പിളാണ്, കുറച്ച് സെൻറ്റൻസുകളുടെ എക്സാമ്പിളാണ് താഴെ നൽകിയിരിക്കുന്നത്. മൈ ഫാദർ എന്ന് അതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് അവിടെ ഉണ്ട്. അതിൻ്റെ എൻഡിങ് ഭാഗം സബ്ജക്റ്റ് പൂരിപ്പിക്കുകയാണ് വേണ്ടത്. ദെൻ സെക്കൻഡ് വൺ, മൈ ഗ്രേറ്റസ്റ്റ് ഫിയർ ഈസ്. തേർഡ് വൺ, ദ ബെസ്റ്റ് തിങ് അബൌട്ട് മൈ മദർ ഈസ്. ആൻഡ് ദ ഫോർത്ത് വൺ, ഐ ആം പ്രൗഡ് ഓഫ്. അങ്ങനെ പലതരത്തിൽ ഉള്ള സെൻറ്റൻസുകൾ അടങ്ങിയിട്ടുള്ള ഒരു ടെസ്റ്റാണ് ഏത്? സെൻറ്റൻസ് കംപ്ലീഷൻ ടെസ്റ്റ്. Draw a person test. It is a simple test in which the subject is asked to draw a person on a sheet of paper. ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ടെസ്റ്റാണ്. ഇവിടെ സബ്ജക്റ്റിനോട് ആവശ്യപ്പെടുന്നത് ഒരു പേഴ്സണിനെ വരയ്ക്കാൻ. ഡ്രോ എ പേഴ്സൺ ഓൺ എ ഷീറ്റ് ഓഫ് പേപ്പർ. ഒരു ഷീറ്റ് ഓഫ് പേപ്പറിൽ ഒരു വ്യക്തിയെ വരയ്ക്കാൻ ആവശ്യപ്പെടുന്നു. എ പെൻസിൽ ആൻഡ് ഇറേസർ ഈസ് പ്രൊവൈഡഡ് ടു ഫെസിലിറ്റേറ്റ് ഡ്രോയിങ്. ആഫ്റ്റർ ദ കംപ്ലീഷൻ ഓഫ് ദ ഡ്രോയിങ്, the subject is generally asked to draw the figure of an opposite sex person. അതായത് സബ്ജക്റ്റ് ഒരു വ്യക്തിയെ വരച്ചു കഴിഞ്ഞാൽ ഏത് സെക്സിലുള്ള പേഴ്സണിനെയും വരയ്ക്കാം. അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സെക്സ് പേഴ്സണിനെയും കൂടി വരയ്ക്കാൻ ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത്. Finally, the subject is asked to make a story about the person as if he or she was a character in a novel or play. അതിനുശേഷം സബ്ജക്റ്റിനോട് പറയുകയാണ് ഒരു സ്റ്റോറി പറയാൻ വേണ്ടിയിട്ട്. അതായത് ഒരു നോവലിലോ നാടകത്തിലോ ഉള്ള കഥാപാത്രം പോലെ ആ വ്യക്തിയും ഉൾക്കൊള്ളുന്ന, അതായത് സബ്ജക്റ്റും ആ ഒരു കഥയിൽ ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള ഒരു കഥ പറയാൻ സബ്ജക്റ്റിനോട് ആവശ്യപ്പെടുന്നു. സം എക്സാമ്പിൾസ് ഓഫ് ഇൻ്റർപ്രിട്ടേഷൻസ് ആർ ആസ് ഫോളോസ്. എങ്ങനെയാണ് ഈ ഒരു ഡ്രോ എ പേഴ്സൺ ടെസ്റ്റ് എങ്ങനെയാണ് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത് എന്നത് കാണിക്കുന്ന ചില എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് ഓരോന്നും എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, omission of facial features suggests that the person tries to evade a highly conflict-ridden interpersonal relationship.
സബ്ജക്റ്റ് വരച്ചിരിക്കുന്ന ചിത്രത്തിൽ ഫേഷ്യൽ ഫീച്ചേഴ്സ് ഇല്ല എങ്കിൽ, അതായത് ഫേഷ്യൽ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ മുഖത്ത് കണ്ണ്, മൂക്ക് എന്നിവയൊന്നും വരച്ചിട്ടില്ല എങ്കിൽ അത് സൂചിപ്പിക്കുന്നത് സബ്ജക്റ്റ് വളരെ സംഘർഷാഭരിതമായുള്ള ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നു എന്നതാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊന്ന്, ഗ്രാഫിക് എംഫസിസ് ഓൺ ദ നെക്ക് സജസ്റ്റ് ലാക്ക് ഓഫ് കൺട്രോൾ ഓവർ ഇമ്പൾസസ്. അതായത് നെക്കിലുള്ള ഗ്രാഫിക് എംഫസിസ് കാണിക്കുന്നത് സബ്ജക്റ്റിന് അവൻ്റെ ഇമ്പൾസിൽ ഒരു നിയന്ത്രണം ഇല്ല എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഡിസ്പ്രപ്പോർഷനേറ്റ്ലി ലാർജ് ഹെഡ് സജസ്റ്റ് ഓർഗാനിക് ബ്രെയിൻ ഡിസീസ് ആൻഡ് പ്രീ ഓക്യുപ്പേഷൻ വിത്ത് ഹെഡ് ഏക്സ്. അതായത് ഹെഡിൻ്റെ വലിപ്പം സാധാരണത്തേതിലും വലുതാണെങ്കിൽ അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തെങ്കിലും ബ്രെയിൻ ഡിസീസ് ഉണ്ട് എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബിഹേവിയറൽ അനാലിസിസ്. A person's behavior in a variety of situations can provide us with meaningful information about her or his personality. വിവിധ സാഹചര്യങ്ങളിൽ ഉള്ള ഒരു വ്യക്തിയുടെ ബിഹേവിയർ ആ വ്യക്തിയെക്കുറിച്ചുള്ള മീനിങ്ഫുൾ ആയിട്ടുള്ള എല്ലാ ഇൻഫോർമേഷൻസും നൽകും. ഒബ്സർവേഷൻ ഓഫ് ബിഹേവിയർ സെർവ്സ് ആസ് ദ ബേസിസ് ഓഫ് ബിഹേവിയറൽ അനാലിസിസ്. ഇത്തരത്തിൽ ബിഹേവിയറൽ അനാലിസിസിൻ്റെ ബേസ് എന്ന് പറയുന്നത് ഒബ്സർവേഷൻ ഓഫ് ബിഹേവിയർ ആണ്. An observer's report may contain data obtained from interview, observation, ratings, nomination and situational test. ഇത്തരത്തിൽ ഒബ്സർവേഴ്സ് നൽകുന്ന റിപ്പോർട്ടിൽ ഉള്ള ഡാറ്റ എന്ന് പറയുന്നത് ഇൻ്റർവ്യൂ, ഒബ്സർവേഷൻ, റേറ്റിംഗ്സ്, നോമിനേഷൻ ആൻഡ് സിറ്റുവേഷണൽ ടെസ്റ്റ് ഇതിൽ കൂടിയൊക്കെ ലഭിക്കുന്ന ഡാറ്റ ഉൾപ്പെടുന്നതാണ് ഒബ്സർവർ നൽകുന്ന റിപ്പോർട്ട്. Interview. Interview is a commonly used method for assessing personality. പേഴ്സണാലിറ്റി അസസ് ചെയ്യുന്നതിന് സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ഇൻ്റർവ്യൂ. ദിസ് ഇൻവോൾവ്സ് ടോക്കിംഗ് ടു ദ പേഴ്സൺ ബീയിങ് അസസ്ഡ് ആൻഡ് ആസ്കിംഗ് സ്പെസിഫിക് ക്വസ്റ്റ്യൻസ്. നമ്മൾ ആരുടെ പേഴ്സണാലിറ്റിയാണോ അസസ് ചെയ്യുന്നത് ആ വ്യക്തിയോട് സംസാരിക്കുകയും അതുപോലെ തന്നെ അവരോട് കുറച്ച് സ്പെസിഫിക് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുകയും ഒക്കെയാണ് ഇൻ്റർവ്യൂവിൽ ചെയ്യുന്നത്. ഡയഗ്നോസ്റ്റിക് ഇൻ്റർവ്യൂയിങ് ജനറലി ഇൻവോൾവ്സ് ഇൻഡെപ്ത് ഇൻ്റർവ്യൂയിങ്. ഡയഗ്നോസ്റ്റിക് ഇൻ്റർവ്യൂവിൽ നടക്കുന്നത് ഇൻഡെപ്ത് ആയിട്ടുള്ള ഒരു ഇൻ്റർവ്യൂയിങ് ആണ്. സാധാരണയുള്ള ഒരു ഇൻ്റർവ്യൂയിങ് അല്ല ഡയഗ്നോസ്റ്റിക് ഇൻ്റർവ്യൂവിൽ നടക്കുന്നത്. വളരെ ആഴത്തിലിറങ്ങിക്കൊണ്ട് നടത്തുന്ന ഒരു അഭിമുഖ രീതിയാണ് ഡയഗ്നോസ്റ്റിക് ഇൻ്റർവ്യൂവിൽ നടത്തുന്നത്. പലപ്പോഴും ഡോക്ടേഴ്സ് നടത്തുന്നത് അല്ലെങ്കിൽ തെറാപ്പിസ്റ്റുകൾ നടത്തുന്നത് ഒക്കെ ഒരു ഡയഗ്നോസ്റ്റിക് ഇൻ്റർവ്യൂയിങ് ആണ്. Interviews may be structured or unstructured depending on the purpose or goals of assessment. പ്രധാനമായും രണ്ട് തരത്തിലാണ് ഇന്റർവ്യൂ ഉള്ളത്, സ്ട്രക്ചേർഡും അൺസ്ട്രക്ചേർഡും, ഡിപ്പെൻഡിങ് ഓൺ ദ പർപ്പസ് ഓർ ഗോൾസ് ഓഫ് അസസ്മെന്റ്. പർപ്പസോ അല്ലെങ്കിൽ അസസ്മെന്റിന്റെ ഗോളിന്റെയോ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നത്. ഫസ്റ്റ് വൺ സ്ട്രക്ചേർഡ്, സെക്കൻഡ് വൺ അൺസ്ട്രക്ചേർഡ്. In unstructured interviews, the interviewer seeks to develop an impression about a person by asking a number of questions. Unstructured interviewയിൽ ഇന്റർവ്യൂവർ ഒരു തരത്തിലുള്ള ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യുന്നു ആ വ്യക്തിയെ കുറിച്ചിട്ടുള്ള, എങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ട്. The way a person presents her or himself and answers the questions carries enough potential to reveal her or his personality. ഇങ്ങനെ ആ വ്യക്തി അവനെക്കുറിച്ച് എങ്ങനെയാണ് ഇന്റർവ്യൂവറിന്റെ മുന്നിൽ പ്രസന്റ് ചെയ്യുന്നത് എന്നും അതുപോലെ തന്നെ ചോദ്യങ്ങൾക്കൊക്കെ എങ്ങനെയാണ് ഉത്തരം നൽകുന്നത്, ഇതിലൂടെ അവരുടെ പേഴ്സണാലിറ്റി എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. രണ്ടാമത്തേതാണ് സ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂ. Structured interviews address very specific questions and follow a set procedure. അതായത്
ഇത്തരത്തിലുള്ള സ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂവിൽ നമ്മൾ സ്പെസിഫിക് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉപയോഗിക്കുക. ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും അതിൽ ചോദിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണ് ഈ ഒരു ഇൻ്റർവ്യൂ, എങ്ങനെയാണ് ഈ ഒരു അഭിമുഖം മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളത് ഓൾറെഡി എന്ത് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്, സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. അതുകൊണ്ടാണ് ഈ ഒരു ഇൻ്റർവ്യൂവിനെ സ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂ, ഘടനയുള്ള ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. This is often done to make objective comparison of persons being interviewed. ഇവിടെ നമ്മൾ ഇങ്ങനെ സ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂ നടത്തുന്നത് എന്തിനാന്ന് വെച്ചാൽ, നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്ന സബ്ജക്റ്റുകൾ പല ആളുകൾ വന്നിരിക്കും. അപ്പോൾ അവർ തമ്മിലൊരു ഒബ്ജക്റ്റീവ് കമ്പാരിസൺസ് നടത്താൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ, അതായത് എല്ലാവരോടും ഒരേ ചോദ്യമല്ലേ ചോദിക്കുന്നത്. അപ്പോൾ അതിൽ ആരാണോ കൂടുതലായിട്ട് നല്ല പേഴ്സണാലിറ്റി എന്നുള്ളത് അസസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത്തരത്തിലൊരു കമ്പാരിസൺ നടത്താനാണ് സ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂ ഉപയോഗിക്കുന്നത്. ഒബ്സർവേഷൻ. Behavioral observation is another method which is very commonly used for the assessment of personality. നേരത്തെ നമ്മൾ ഇൻ്റർവ്യൂവിനെ കുറിച്ച് പറഞ്ഞു അല്ലേ, അതുപോലെ തന്നെ വളരെ കോമൺലി ആയിട്ട് ഉപയോഗിക്കുന്ന മറ്റൊരു മെത്തേഡാണ് ബിഹേവിയറൽ ഒബ്സർവേഷൻ എന്നത്. നമ്മളെല്ലാവരും മറ്റുള്ളവരെ ഒബ്സർവ് ചെയ്യുകയും അവരുടെ പേഴ്സണാലിറ്റിയെക്കുറിച്ച് ഒരു ഇംപ്രഷൻ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. ഒബ്സർവേഷനിലൂടെ ബിഹേവിയറൽ അനാലിസിസ് നടത്തുന്നത് എല്ലാവർക്കും നടത്താൻ കഴിയുന്ന ഒന്നല്ല. ഇറ്റ് റിക്വയേഴ്സ് കെയർഫുൾ ട്രെയിനിങ് ഓഫ് ദ ഒബ്സർവർ ആൻഡ് എ ഫെയർലി ഡീറ്റെയിൽഡ് ഗൈഡ് ലൈൻ അബൌട്ട് അനാലിസിസ് ഓഫ് ബിഹേവിയേഴ്സ് ഇൻ ഓർഡർ ടു അസസ് ദ പേഴ്സണാലിറ്റി ഓഫ് എ ഗിവൺ പേഴ്സൺ. അതായത് ഇവിടെ ഒബ്സർവറിന് നല്ല ഒരു ട്രെയിനിങ് ആവശ്യമാണ്. ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റി അസസ് ചെയ്യുമ്പോൾ ബിഹേവിയറൽ അനലൈസ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള ഒരു വിശദമായൊരു ഗൈഡ് ലൈൻ, അതായത് മാർഗനിർദ്ദേശവും ഒക്കെ ആവശ്യമാണ്. അതനുസരിച്ച് മാത്രമാണ് ഒബ്സർവ് ചെയ്യാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഉദാഹരണത്തിന് ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് തൻ്റെ ക്ലയൻറ്റ് മറ്റ് ഫാമിലി മെമ്പേഴ്സുമായിട്ടും അതുപോലെ തന്നെ ഹോം വിസിറ്റേഴ്സുമായിട്ടും എങ്ങനെയാണ് ഇൻട്രാക്ട് ചെയ്യുന്നത് എന്നുള്ളത് ഒബ്സർവ് ചെയ്യുന്നു. ഇവിടെ വിത്ത് കെയർഫുള്ളി ഡിസൈൻഡ് ഒബ്സർവേഷൻ ദ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് മേ ഗെയിൻ കൺസിഡറബിൾ ഇൻസൈറ്റ് ഇൻ ടു എ ക്ലയൻറ്റ്സ് പേഴ്സണാലിറ്റി. ഇത്തരത്തിൽ ക്ലയൻറ്റിൻ്റെ പേഴ്സണാലിറ്റി മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് വളരെ കെയർഫുൾ ആയിട്ടുള്ള ഒരു ഒബ്സർവേഷനാണ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന് പലപ്പോഴും നടത്തേണ്ടതായി വരാറുള്ളത്. ഒബ്സർവേഷൻ മെത്തേഡിനും അതുപോലെ തന്നെ ഇൻ്റർവ്യൂ മെത്തേഡിനും താഴെ പറയുന്ന കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. നമ്പർ 1, പ്രൊഫഷണൽ ട്രെയിനിങ് റിക്വയർഡ് ഫോർ കളക്ഷൻ ഓഫ് യൂസ്ഫുൾ ഡാറ്റ ത്രൂ ദീസ് മെത്തേഡ്സ് ഈസ് ക്വൈറ്റ് ഡിമാൻഡിങ് ആൻഡ് ടൈം കൺസ്യൂമിങ്. അതായത് ഇത്തരത്തിലുള്ള ഡാറ്റ കളക്ട് ചെയ്യുന്നതിന്, അതായത് ഒബ്സർവർ ആയാലും അല്ലെങ്കിൽ ഇൻ്റർവ്യൂവറിനായാലും ഒരു പ്രൊഫഷണൽ ട്രെയിനിങ് അത്യാവശ്യമായിട്ട് വരാറുണ്ട്. അതുപോലെ തന്നെ ഇതൊരു ടൈം കൺസ്യൂമിംഗ് ആണ്, സമയമെടുക്കുന്ന ഒരു പ്രക്രിയയാണ് ഈ രണ്ട് പ്രക്രിയകളും. സെക്കൻഡ് വൺ, മെച്യൂരിറ്റി ഓഫ് ദ സൈക്കോളജിസ്റ്റ് ഇസ് എ പ്രീ കണ്ടീഷൻ ഫോർ ഒബ്റ്റെയിനിങ് വാലിഡ് ഡാറ്റ ത്രൂ ദീസ് ടെക്നിക്സ്. ഈ ഇത്തരത്തിലുള്ള ടെക്നിക്കിൽ സൈക്കോളജിസ്റ്റിൻ്റെ മെച്യൂരിറ്റി, അതായത് വളരെ പക്വത എത്തിയ ഒരു സൈക്കോളജിസ്റ്റ് ആയിരിക്കണം എന്നുള്ളത് ഒരു ലിമിറ്റേഷനാണ്. തേർഡ് വൺ, മിയർ പ്രസൻസ് ഓഫ് ദ ഒബ്സർവർ മേ കണ്ടാമിനേറ്റ് ദ റിസൾട്ട്സ്. ആസ് എ സ്ട്രേഞ്ചർ ദ ഒബ്സർവർ മേ ഇൻഫ്ലുവൻസ് ദ ബിഹേവിയർ ഓഫ് ദ പേഴ്സൺ ബീങ് ഒബ്സർവ്ഡ് ആൻഡ് ദസ് നോട്ട് ഒബ്റ്റെയിൻ ഗുഡ് ഡാറ്റ. ഒബ്സർവേഷനിലൂടെ ഒരു വ്യക്തിയുടെ ബിഹേവിയർ അനലൈസ് ചെയ്യുമ്പോൾ ഒബ്സർവർ ആ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്നത് കൊണ്ട് കൃത്യമായിട്ടുള്ള ഡാറ്റ ലഭിക്കാതെ വരുന്നു. അതാണ് മൂന്നാമത്തത്. ബിഹേവിയറൽ റേറ്റിംഗ്സ്. Behavioral ratings are frequently used for assessment of personality in educational and industrial settings. Behavioral ratings എന്നത് പേഴ്സണാലിറ്റി അസസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മറ്റൊരു ടെക്നിക്കാണ്. ഇത് സാധാരണയായിട്ട് എഡ്യൂക്കേഷണലും ഇൻഡസ്ട്രിയലുമായിട്ടുള്ള സെറ്റിങ്സിലാണ് ഉപയോഗിക്കുന്നത്. Behavioral ratings are generally taken from people who know the assessee intimately and have interacted with her or him over a period of time or have had a chance to observe her or him. ബിഹേവിയറൽ റേറ്റിംഗ്സ് നമ്മൾ പലപ്പോഴും എടുക്കുന്നത് നമുക്ക് ആരുടെ ബിഹേവിയർ ആണോ അനലൈസ് ചെയ്യേണ്ടത് ആ വ്യക്തിയെ നന്നായി അടുത്തറിയുകയും അവരുമായി കുറച്ചു കാലം ഇടപഴകുകയും ചെയ്യുകയും അതുപോലെ തന്നെ ആ വ്യക്തിയെ നിരീക്ഷിക്കാൻ അവസരം ലഭിക്കുകയും ചെയ്ത ആളുകളിൽ നിന്നുമാണ് നമ്മൾ ബിഹേവിയറൽ റേറ്റിംഗ്സ് എടുക്കുന്നത്.
ഇത്തരത്തിൽ നമ്മൾ ആരിൽ നിന്നാണോ ബിഹേവിയറൽ റേറ്റിംഗ് ആ വ്യക്തികളെക്കുറിച്ച് എടുക്കുന്നത്, അവർ ഈ വ്യക്തികളെക്കുറിച്ച് അവർക്കറിയുന്ന തരത്തിൽ അവരുടെ ബിഹേവിയറൽ ക്വാളിറ്റീസ് അനലൈസ് ചെയ്ത് അവരൊരു ഒരു സർട്ടൻ കാറ്റഗറീസിൽ അവർ ഉൾപ്പെടുത്തുന്നു. ഇത്തരത്തിൽ വ്യത്യസ്ത കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുമ്പോൾ അത് ചിലപ്പോൾ നമ്പേഴ്സ് ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ് ടേംസിലായിരിക്കും ഇങ്ങനെ പല പല കാറ്റഗറിയിലായിട്ട് ആളുകളെ ഉൾക്കൊള്ളിക്കുന്നത്. It has been found that the use of numbers or general descriptive adjectives in rating scales always creates confusion for the rater. റേറ്റ് ചെയ്യുന്നവർക്ക് പലപ്പോഴും ഇത്തരത്തിൽ നമ്പേഴ്സും അതേപോലെ തന്നെ ഡിസ്ക്രിപ്റ്റീവ് അഡ്ജക്റ്റീവ്സും ഒക്കെ ഈ റേറ്റിംഗ് സ്കെയിലിൽ ഉൾക്കൊള്ളിക്കുക എന്നുള്ളത് ചിലപ്പോൾ കൺഫ്യൂഷനൊക്കെ ഇടയാക്കാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കൺഫ്യൂഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താണോ മെഷർ ചെയ്യേണ്ടത്, ഏത് ബിഹേവിയറാണോ അനലൈസ് ചെയ്യേണ്ടത്, ഏത് ബിഹേവിയറാണോ മനസ്സിലാക്കേണ്ടത്, അത്തരത്തിലുള്ള ട്രേറ്റുകളെ ക്ലിയർലി ആയിട്ട് ഡിഫൈൻ ചെയ്യണം. എന്നാൽ മാത്രമാണ് ഇത്തരത്തിലുള്ള കൺഫ്യൂഷൻ ഒഴിവാവുകയുള്ളൂ. The method of rating suffers from the following limitations. രണ്ട് തരത്തിലുള്ള ലിമിറ്റേഷൻസ് ആണ് ഇവിടെ പറയുന്നത്. ഫസ്റ്റ് വൺ, റേറ്റേഴ്സ് ഓഫൺ ഡിസ്പ്ലേ സർട്ടൺ ബയാസസ് ദാറ്റ് കളർ ദെയർ ജഡ്ജ്മെന്റ് ഓഫ് ഡിഫറെന്റ് ട്രേറ്റ്സ്. അതായത് റേറ്റേഴ്സ് പലപ്പോഴും റേറ്റിംഗ് നടത്തുമ്പോൾ ചില ബയാസസ് കാണിക്കാറുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ, മോസ്റ്റ് ഓഫ് us ആർ ഗ്രേറ്റ്ലി ഇൻഫ്ലുവൻസ്ഡ് ബൈ എ സിംഗിൾ ഫേവറബിൾ ഓർ അൺഫേവറബിൾ ട്രേറ്റ്. നമ്മൾ പലപ്പോഴും മറ്റുള്ളവരെ റേറ്റ് ചെയ്യുമ്പോൾ അവരുടെ ഫേവറബിളോ അല്ലെങ്കിൽ അൺഫേവറബിളോ ട്രേറ്റിൽ മാത്രമായിരിക്കും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഇത് വെച്ചുകൊണ്ടാണ് ദിസ് ഓഫൺ ഫോംസ് ദ ബേസിസ് ഓഫ് എ റേറ്റേഴ്സ് ഓവറോൾ ജഡ്ജ്മെന്റ് ഓഫ് എ പേഴ്സൺ. ഇത് വെച്ചുകൊണ്ടായിരിക്കും പലപ്പോഴും നമ്മൾ ആ വ്യക്തിയെ കുറിച്ചിട്ടുള്ള ഓവറോൾ ജഡ്ജ്മെന്റ് നടത്താറുള്ളത്. ദിസ് ടെൻഡൻസി ഈസ് നോൺ ആസ് ദി ഹാലോ ഇഫക്റ്റ്. ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു ഫേവറബിളോ അൺഫേവറബിളോ ട്രേറ്റ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് ആ വ്യക്തിയെ കുറിച്ചുള്ള ഓവറോൾ ജഡ്ജ്മെന്റ് അത് വെച്ചുകൊണ്ട് നടത്തുന്ന ആ ഒരു ടെൻഡൻസിയെയാണ് ഹാലോ ഇഫക്റ്റ് എന്ന് പറയുന്നത്. Second one, raters have a tendency to place individuals either in the middle of the scale by avoiding extreme positions, or in the extreme positions by avoiding middle categories on the scale. റേറ്റേഴ്സ് പലപ്പോഴും വ്യക്തികളെക്കുറിച്ച് റേറ്റിംഗ് നടത്തുമ്പോൾ ആ വ്യക്തികളെ ആ സ്കെയിൽ, റേറ്റിംഗ് സ്കെയിലിൻ്റെ അല്ലെ 5 പോയിന്റ് സ്കെയിൽ ആണെങ്കിൽ 1 2 3 4 5 ഉണ്ടാവും, 5 പോയിന്റ്സ് ഉണ്ടാകും. അപ്പം അതിൻ്റെ മിഡിൽ കാറ്റഗറിയിൽ വെക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകും. അതാണ് മിഡിൽ കാറ്റഗറി ബയാസ് എന്ന് പറയുന്നത്. അതായത് ഇവിടെ മിഡിൽ എന്ന് പറഞ്ഞാൽ 1 2 3 4 5-ൽ 3 ആണ് മിഡിലായിട്ട് വരുന്നത്. ബൈ അവോയ്ഡിങ് എക്സ്ട്രീം പൊസിഷൻസ് ഒക്കെ അവോയ്ഡ് ചെയ്യും. ഓർ എൻ്റെ എക്സ്ട്രീം, ചിലപ്പോൾ അവർ വെക്കുന്നത് എപ്പോഴും എന്താണ്, എക്സ്ട്രീം പൊസിഷൻസിലായിരിക്കും. അതിനെയാണ് എക്സ്ട്രീം റെസ്പോൺസ് ബയാസ് എന്ന് പറയുന്നത്. മിഡിൽ കാറ്റഗറി എന്ത് ചെയ്യുന്നു, അവോയ്ഡ് ചെയ്യുന്നു. ഇങ്ങനെ രണ്ട് തരത്തിലുള്ള ലിമിറ്റേഷൻസ് ആണ് റേറ്റിംഗ് സ്കെയിൽസിന് ഉള്ളത്. These tendencies can be overcome by providing raters with appropriate training. ഇത് ഓവർകം ചെയ്യാനായിട്ട് റേറ്റേഴ്സിന് നല്ല ട്രെയിനിങ് നൽകുക. അതുപോലെ തന്നെ ബൈ ഡെവലപ്പിംഗ് സച്ച് സ്കെയിൽസ് ഇൻ വിച്ച് ദ റെസ്പോൺസ് ബയാസ് ഈസ് ലൈക്ലി ടു ബി സ്മോൾ. ഇത്തരത്തിലുള്ള റെസ്പോൺസ് ബയാസ് കുറയ്ക്കുന്ന തരത്തിലുള്ള സ്കെയിൽസ് ഉപയോഗിക്കുക. അതിൽ കൂടെയൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കുറച്ചു കൊണ്ടുവരാൻ സാധിക്കുന്നു. നോമിനേഷൻ. This method is often used in obtaining peer assessment. പിയർ അസസ്മെന്റ് നടത്താൻ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് നോമിനേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് വിത്ത് പേഴ്സൺസ് ഹൂ ഹാവ് ബീൻ ഇൻ ലോങ് ടേം ഇന്ററാക്ഷൻ ആൻഡ് ഹൂ നോ ഈച്ച് അതർ വെരി വെൽ. ഈ ഒരു നോമിനേഷൻ മെത്തേഡ് ഉപയോഗിക്കുന്നത് ദീർഘകാലം ഇന്ററാക്ട് ചെയ്യുന്നവരിലും അതുപോലെ പരസ്പരം നന്നായി അറിയുന്നവരിലുമാണ് ഇത് നടത്താൻ സാധിക്കുന്നത്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ, ഇൻ യൂസിങ് നോമിനേഷൻ ഈച്ച് പേഴ്സൺ ഈസ് ആസ്ക്ഡ് ടു ചൂസ് വൺ ഓർ മോർ പേഴ്സൺസ് ഓഫ് ദ ഗ്രൂപ്പ് വിത്ത് ഹൂം ഹി ഓർ ഷീ വുഡ് ലൈക്ക് ടു വർക്ക്, സ്റ്റഡി, പ്ലേ ഓർ പാർട്ടിസിപ്പേറ്റ് ഇൻ എനി അതർ ആക്ടിവിറ്റി. അതായത്
ഓരോ ഗ്രൂപ്പിൽ നിന്നും ആളുകളോട് അവർക്ക് ഇഷ്ടപ്പെട്ട ആളുകളെ, അതായത് അവരോടൊപ്പം വർക്ക് ചെയ്യാനും അതേപോലെ തന്നെ അവരോടൊപ്പം സ്റ്റഡി ചെയ്യുവാനും അതുപോലെ കളിക്കുവാനും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രവർത്തനത്തിലൊക്കെ ആരെയാണോ അവർക്ക് ഇഷ്ടം അവരെ തിരഞ്ഞെടുക്കുവാനാണ് ആവശ്യപ്പെടുന്നത്. The person may also be asked to specify the reason for her or his choices. എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പിന് ഉള്ള കാരണം എന്താണ് എന്നുള്ളത് വ്യക്തമാക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു, ആ വ്യക്തിയോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. Nominations thus received may be analyzed to understand the personality and behavioral qualities of the person. ഇത്തരത്തിൽ ലഭിച്ചിരിക്കുന്ന നോമിനേഷൻ ഉപയോഗിച്ചുകൊണ്ട് വ്യക്തിയുടെ പേഴ്സണാലിറ്റിയും അതുപോലെ തന്നെ ആ വ്യക്തിയുടെ ബിഹേവിയറൽ ക്വാളിറ്റീസും മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. This technique has been found to be highly dependable, although it may also be affected by personal biases. അതായത് ഈ ഒരു ടെക്നിക്ക് വളരെ ഡിപ്പെൻഡബിൾ ആയിട്ടുള്ള ഒരു ടെക്നിക്കുമാണ്, അതുപോലെ തന്നെ ഇതിൽ വളരെയധികം പേഴ്സണൽ ബയാസും ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ടെക്നിക്കാണ് നോമിനേഷൻ എന്ന് പറയുന്നത്. Situational test. A variety of situational tests have been devised for the assessment of personality. പല തരത്തിലുള്ള സിറ്റുവേഷണൽ ടെസ്റ്റ് ഉപയോഗിക്കാറുണ്ട് പേഴ്സണാലിറ്റി അസസ് ചെയ്യുന്നതിനായിട്ട്. The most commonly used test of this kind is situational stress test. ഇതിൽ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ഒരു സിറ്റുവേഷണൽ ടെസ്റ്റ് ആണ് സിറ്റുവേഷണൽ സ്ട്രെസ് ടെസ്റ്റ് എന്നത്. It provides us with information about how a person behaves under stressful situations. വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ വ്യക്തികൾ എങ്ങനെയാണ് പെരുമാറുന്നത് എന്നാണ് ഈ ഒരു സിറ്റുവേഷണൽ ടെസ്റ്റിലൂടെ, സിറ്റുവേഷണൽ സ്ട്രെസ് ടെസ്റ്റിലൂടെ നോക്കുന്നത്. The test requires a person to perform a given task with other persons who are instructed to be non-cooperative and interfering. ഇവിടെ നമുക്ക് ആരുടെ പേഴ്സണാലിറ്റി ആണോ അസസ് ചെയ്യേണ്ടത് ആ വ്യക്തിക്ക് ഒരു ടാസ്ക് നൽകുകയാണ് ചെയ്യുന്നത്. ആ വ്യക്തി മറ്റു കുറച്ച് വ്യക്തികളുമായിട്ട് ഇന്ററാക്ട് ചെയ്യേണ്ടതായിട്ട് വരുന്ന, അപ്പം ബാക്കിയുള്ളവര് ഈ വ്യക്തിയോട് നോൺ കോഓപ്പറേറ്റീവ് ആയിട്ടും ഇന്റർഫിയറിംഗ് ആയിട്ടും പെരുമാറുന്നു. അതായത് ഒരു തരത്തിലുള്ള സഹകരണം കാണിക്കാതെയും എല്ലാ കാര്യത്തിലും ഇടപെട്ടുകൊണ്ട് ഈ വ്യക്തിയെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത്തരത്തിലുള്ള ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുകയും ആ സമയത്ത് വ്യക്തി എത്തരത്തിലാണ് പെരുമാറുന്നത് എന്ന് ഒബ്സർവ് ചെയ്യുകയുമാണ് ചെയ്യുന്നത്. ഇതൊരു റോൾ പ്ലേ പോലെയുള്ള ഒരു മെത്തേഡാണ്. The person is instructed to play a role for which he or she is observed. The situation may be realistic one or it may be created through a video play. ഇത്തരത്തിലുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കുന്നത് ചിലപ്പോൾ റിയലിസ്റ്റിക് ആയിട്ടായിരിക്കും, ചിലപ്പോൾ ഉണ്ടാക്കുന്നത് വീഡിയോ പ്ലേയിലൂടെ ആയിരിക്കും.